എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മജ്മ അക്കാദമി 40ാം വാർഷിക പ്രഖ്യാപനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചൊവ്വാഴ്ച നിർവഹിക്കും. മജ്മ 40ാം വാർഷികത്തിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങുന്ന എഡ്യൂസിറ്റിയുടെ പ്രഖ്യാപനവും കാന്തപുരം നിർവഹിക്കും. നിലമ്പൂർ സോണിൽ രൂപീകരിച്ച 500 അംഗ സമസ്ത സെന്റിനറി ഗാർഡിനെ കാന്തപുരം നാടിന് സമർപ്പിക്കുമെന്നും മജ്മ സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തും. വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കും. പുതുതായി നിർമ്മിച്ച താജുൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്നു നൽകും. 26 ഏക്കർ ഭൂമി നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനോട് അടുത്ത നിലമ്പൂർ, KSRTC യാത്രാ സൗകര്യം, ട്രെയിൻ സൗകര്യമൊക്കെ ഉള്ള നിലമ്പൂരായി മാറിയല്ലോ. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമ്മളൊരു എഡ്യൂസിറ്റി തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. അവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ വരുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം നാളെ കാന്തപുരം ഉസ്താദ് നടത്തും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ നമ്മുടെ ചടങ്ങ്. അതോടൊപ്പം നമ്മൾ ഈ നിലമ്പൂരിൻ്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും 5, 10 എന്നിങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് നമ്മുടെ കവളപ്പാറ ദുരന്തം പോലത്തെ ദുരന്തങ്ങളും അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു ഭിന്നശേഷിക്കാരുടെ നല്ലൊരു ശതമാനം കുട്ടികളും വലിയവരുള്ള ഒരു ഏരിയയാണ്. അപ്പം അത്തരം ആളുകൾക്ക് ഒരു അടുത്ത സമയത്ത് ഒരു കൂടുതൽ താങ്ങായി നിൽക്കുന്നതിന് ഒരു 500 അംഗ സംഘത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് സമർപ്പിക്കുകയാണ് നാളെ. അവരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, സേവനങ്ങൾക്കും ഒക്കെ അവരെ സജ്ജരാക്കുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായും നാളെ സമർപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ പള്ളി മദ്രസകളൊക്കെ കേന്ദ്രീകരിച്ച് 20 ദിവസമായി നമ്മുടെ പര്യടനം നടത്തി ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു 1ാം ഘട്ട കോച്ചിങ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞു. നാളെ കാന്തപുരം ഉസ്താദ് അവരെ ഈ സമൂഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അത് നമ്മൾ വളരെയധികം ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കേണ്ടി വന്നത് നമ്മളാണ്. എത്രയോ ആളുകൾക്ക് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ സംഘടനാ കുടുംബം, നമ്മുടെ SYS മുസ്ലിം ജമാഅത്തും ഒക്കെ ചേർന്ന് അതോടൊപ്പം നമ്മുടെ സ്ഥാപനവും ചേർന്നുകൊണ്ട് നടത്തിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ കഴിവുകളുള്ള ആളുകൾക്ക് അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ സമീപിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം ആളുകളെ പ്രത്യേകം സജ്ജരാക്കുക. എപ്പോഴാണ് ദുരന്തം വരുന്നത്, എപ്പോഴാണ് സഹായം ചെയ്യേണ്ടി വരുന്നത് നമുക്ക് അപ്പോൾ അറിയുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവണം. ഒരു മരം വീണാൽ അത് മുറിച്ച് മാറ്റാൻ പറ്റിയ ആളുകളുണ്ടാവണം. ഒരു വെള്ളത്തിലൊരാൾ താഴ്ന്ന എടുത്ത് പൊക്കാൻ വേണ്ടി പറ്റിയ ആളുകളുണ്ടാവണം. ആ രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് അത്തരം ഓരോന്നിനും വിദഗ്ധരായ ആളുകളെ കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് സജ്ജീകരിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക ഇതാണ് ഒരു 500 ആളുകളെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. ചടങ്ങിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ച് പ്രതിജ്ഞയെടുക്കും. ലോകത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥകളോടും അധികാര സംവിധാനത്തോടും സമ്മേളനം പ്രതിഷേധമുയർത്തും. 40ാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മ പദ്ധതികളും വിഷനും മജ്മ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവതരിപ്പിക്കും. MPP പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന പ്രാസ്ഥാനിക സംഗമത്തിൽ VS ഫൈസി വഴിക്കടവ്, മിക്താദ് ബാക്കബി ചുങ്കത്ര, ബാപ്പുട്ടി ദാരിമി, അലവിക്കുട്ടി ഫൈസി എടക്കര,
സുലൈമാൻ ദാരിമി, ജമാൽ കരുളായി, കൊമ്പൻ മുഹമ്മദ് ഹാജി, സാദിഖ് ഹാജി, സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹ്മാൻ ദാരിമി, സീപോർത്ത്, CH ഹംസ സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ മജ്മ ജനറൽ സെക്രട്ടറി കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സ്വാഗത സംഘം ജനറൽ കൺവീനർ സീപോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി, കൺവീനർ CH ഹംസ സഖാഫി, കൊമ്പൻ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അയാട്ട തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.